ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മജ്‌ലിസുന്നൂർ എന്താണെന്നും അതിൻ്റെ മഹത്വം എന്താണെന്നും ശ്രേഷ്ഠതകളെക്കുറിച്ചുമൊക്കെ ബഹുമാന്യനായ ഷറഫുദ്ദീൻ ഫൈസി മനോഹരമായ രീതിയിൽ നിങ്ങളുടെ മുന്നിൽ സംസാരിച്ചു. ഒരൽപ്പം ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ വേഗം അവസാനിപ്പിക്കാം. അള്ളാഹു നമ്മുടെ അറിവിൽ ബർക്കത്ത് നൽകട്ടെ, അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. ഞാനൊരാഗ്രഹം പറയാണ്. കുറച്ച് കാലിക്കസര ഫ്രണ്ടിൽ കിടക്കുന്നുണ്ട്. ഒന്നുകിൽ ആ കസര എടുത്ത് മാറ്റലാണ് വേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പേര് മുന്നോട്ട് കടന്നിരിക്കലാണ് വേണ്ടത്. മാഷാ അല്ലാഹ്, പറയാതെ തന്നെ വേഗം കടന്നുള്ളൂ. ആ ബാക്കിൽ നിങ്ങൾ കയറിയിരുന്നോ? അപ്പോൾ കയറിയിരുന്നോളൂ ഇൻഷാ അല്ലാഹ്. നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്. ഇന്നത്തെ ദിവസം എന്താണ്? ഇന്നത്തെ ദിവസം പറഞ്ഞോളൂ. വെള്ളിയാഴ്ചയോ? ഇന്നത്തെ ദിവസം ശനിയാഴ്ച. ഇന്ന് ശനിയാഴ്ചയാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലായി? ഇന്നലെ ഉറക്കെ പറഞ്ഞോ, കുഴപ്പമില്ല. ഇന്നലെ വെള്ളിയാഴ്ച. ഇന്നലെ വെള്ളിയാഴ്ചയാണെന്ന് എങ്ങനെ മനസ്സിലായി? മിനിഞ്ഞാന്ന്. ഇവിടെ മുൻകഴിഞ്ഞു പോയ ദിവസങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ അവസ്ഥയെ കൃത്യമായി പ്രവചിക്കാൻ നമുക്ക് കഴിയുന്നു, കൃത്യമായി നിർവചിക്കാൻ കഴിയുന്നു. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ദീന അതാണ്. മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്ന ഒരു വഴിയുണ്ട്. ആ വഴി അവഗണിച്ചിട്ട് മറ്റൊരു പുതിയതിനെ സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ, ഉദാഹരണമായി ഇന്ന് ഞാൻ ഇവിടെ പറയുന്നു ഇന്ന് ചൊവ്വാഴ്ചയാണെന്ന് പറയാൻ ശ്രമിച്ചാൽ നിങ്ങൾ ആരും അത് അംഗീകരിക്കല, ബുദ്ധിയുള്ളവർ. അള്ളാഹുവിന്റെ ദീനിൽ അങ്ങനെ ചില സ്ഥാപിക്കൽ ഇടക്കാലം കൊണ്ട് കടന്നു വന്നിട്ടുണ്ട്. അള്ളാഹു അതിൽ നിന്ന് നമ്മൾ ഒഴിവാക്കി തരട്ടെ. അവിടെയാണ് മജ്‌ലിസുന്നൂർ അന്യമാവാതെ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടത്. നമുക്ക് ആത്മീയമായ ഒരു വലിയ പിൻബലമാണ് ഈ മജ്‌ലിസുന്നൂറിന്റെ ചാലകശക്തി തന്നുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ പറയുന്നുണ്ട്, എന്താ നിങ്ങളുടെ ദീൻ എന്നറിയോ? ഇന്നലകളിൽ കഴിഞ്ഞ മഹാന്മാരെ കൃത്യമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ സനത് വളരെ മനോഹരമായ ഭാഷയിൽ പറഞ്ഞുകൊണ്ട് അള്ളാഹു നമ്മുടെ ദീനിനെ നമുക്ക് പരിചയപ്പെടുത്തിയത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شرع لكم من الدين ما وصى به نوحا والذي أوحينا إليك وما وصينا به إبراهيم وموسى وعيسى أن أقيموا الدين. നിങ്ങൾക്ക് ശറഅാക്കി തന്നിരിക്കുന്നത് മാ വസ്സൈനാ ബിഹി നൂഹ, നൂഹ് നബിയോട് വസിയത്തായി അറിയിച്ച കാര്യങ്ങളാണ്. വല്ലദീ ഔഹൈനാ ഇലൈക, ഹബീബായ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയിലേക്ക് വഹി അറിയിച്ച കാര്യങ്ങളുമാണ്. നൂഹ് നബിയെ ആദ്യം പറഞ്ഞു, മുത്ത് നബിയെ പിന്നെ പറഞ്ഞു. നൂഹ് നബിയിൽ വസിയത്ത് പറഞ്ഞതും മുഹമ്മദ് നബിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി അറിയിച്ചതുമായ കാര്യങ്ങളാ നിങ്ങളുടെ ശറഅ്, നിങ്ങളുടെ മതം എന്ന് ഖുർആൻ. ഇവിടെ രണ്ട് പ്രവാചകന്മാർ പ്രവാചക പരമ്പരയിലെ രണ്ട് അഗ്രങ്ങളാണ്. വ്യാഖ്യാനത്തിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ കുറിച്ചു, ശരീഅത്തിന്റെ ഒന്നാമത്തെ പ്രവാചകനാണ് സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം. ശരീഅത്തിന്റെ അവസാനത്തെ പ്രവാചകൻ. രണ്ട് അഗ്രം പറഞ്ഞു. ഇനി ഇതിന്റെ ഇടയിലുള്ള സനത് പറയണം. കഴിഞ്ഞ വെള്ളിയാഴ്ച പോയതാ ഇവിടുന്ന്, ഈ ഞായറാഴ്ച തിരിച്ചെത്തിയത്. അപ്പൊ ശനി, ഞായർ, തിങ്കള്, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഇതിന്റെ ഇടയിലുള്ളത് കൃത്യമായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതിന്റെ ഇടയിൽ ഒരു സനദുണ്ടെന്നാ ഖുർആൻ പറഞ്ഞത്. സനദില്ലാത്തത് ഇസ്ലാമിന് വേണ്ട. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ശറഅ ലക്കും മിനദ്ദീൻ ما وصى به نوح والذي أوحينا إليك وما وصينا به إبراهيم وموسى وعيسى أن أقيموا الدين. سورة الشورى. നൂഹ് നബിക്ക് വസിയത്ത് അറിയിച്ചത്, ഇബ്രാഹിം നബിക്ക് വസിയത്ത് അറിയിച്ചത്,
മൂസാ നബിക്കും ഈസാ നബിക്കും വസിയ്യത്ത് അറിയിച്ചു. അവസാനത്തെ പ്രവാചകർ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ്. അവിടത്തോട് വഹി അറിയിച്ചതെന്തോ അതാണ് നിങ്ങളുടെ ദീൻ. അതൊന്നുകൂടി പറഞ്ഞു, അൻ മുഫസ്സിറാണ്, അനഖീമുദ്ദീൻ, ദീനിൽ മുസ്തഖീമായ മാർഗത്തിൽ നിങ്ങൾ ജീവിക്കുക എന്നതാണ് നിങ്ങളുടെ ദീൻ എന്ന് ഖുർആൻ. മുസ്തഖീമായ ഒരു മാർഗത്തിൽ ജീവിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ ആകെ നിർബന്ധമുള്ളത് ആ ഒരു മാർഗത്തിൽ ജീവിക്കാനുള്ള ദുആ മാത്രമേ ഉള്ളൂ. അതായത് ആ ദുആ, മുസ്തഖീമായ മാർഗത്തിൽ ജീവിക്കാൻ ഒരു ദുആ ഉണ്ട്. ജീവിതത്തിൽ ഒരാൾക്ക് ആകെ നിർബന്ധമുള്ളത് ആ ദുആ മാത്രമേ ഉള്ളൂ. ഏതാണ് ദുആ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ മാർഗത്തിൽ നീ എന്നെ ചേർക്കണേ അല്ലാ. ഈ ദുആ അല്ലാഹു കൊണ്ടുവന്നിരിക്കുന്നത് ഏതെങ്കിലും ഒരു സാധാരണ അവസ്ഥയിലല്ല, ഏതെങ്കിലും ഒരു കുറഞ്ഞ നേരത്തല്ല, സമയബന്ധിതമായി കൃത്യനിഷ്ഠയോടുകൂടെ നിർവഹിക്കപ്പെടണമെന്ന് പറഞ്ഞ മനുഷ്യ ശരീരം കൊണ്ട് ചെയ്യുന്ന സൽക്കർമ്മങ്ങളിലെ ഏറ്റവും ഉത്കൃഷ്ടമായ സൽക്കർമ്മത്തിന്റെ ഫർളായ അമലായ ഫാത്തിഹയുടെ 6-ാമത്തെ ആയത്തായി കൊണ്ടുവന്നു. 6-ാമത്തെ ആയത്തായത് കൊണ്ടുവരുന്നത് അതിനു മുമ്പുള്ള 5 ആയത്ത് ഈ 6-ാമത്തെ പ്രാർത്ഥനയുടെ പരിഗണനയ്ക്ക് വേണ്ടിയുള്ള ഖുർബാൻ, അള്ളാഹുവിന്റെ പ്രകീർത്തനങ്ങൾ പറഞ്ഞതിന്റെ ശേഷ പറഞ്ഞത്. കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഈ മുസ്തഖീമായ മാർഗം കിട്ടുക എന്നത്. ഒരു വട്ടം ചോദിച്ചാൽ പോരാടോ? കൃത്യമായ ഉളു, ഖിബ്ല, പരിഗണിക്കപ്പെടേണ്ട 14 ഫർളുകളും പിന്നെ ശർത്തുകളും, പിന്നെയോ വളരെ മനോഹരമായ സുന്നത്തുകളും, നിന്റെ ശരീരം കൊണ്ട് നീ ചെയ്യുന്ന ഏറ്റവും വലിയ സൽക്രമത്തിന്റെ ആനന്ദ ലഹരിയിൽ നീ പറയണം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. നിന്റെ വിശേഷ ബുദ്ധി ശരീരത്തിൽ ശേഷിക്കുന്ന കാലത്തോളം വേണം. അത്രയും വലിയ പ്രാർത്ഥനയും അതിനോടനുബന്ധമായ പ്രയത്നവും അതാണ് നിങ്ങളുടെ ദീൻ എന്ന് ഖുർആൻ. നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുആയാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അതാണ് ദീൻ. അത് മഹാന്മാർ കൊണ്ടുവന്നൊരു വഴിയാണ്. ഞാൻ എന്റെ വക പറയല്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹുൽ ഉദ്ധരിക്കുന്ന ഹദീസ്, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, യാ മഅ്ശറൽ ഖുറാ ഇസ്തഖീമു ഫഖദ് സുബിഖതും സബഖൻ ബഈദാ വഇൻ അഖത്തും യമീനൻ വശിമാലാ ലഖദ് ളലൽതും ളലാലൻ ബഈദാ. പരിശുദ്ധ ഖുർആൻ ജീവിതത്തിന്റെ ഭാഗ്യമായി കിട്ടിയവരെ, പരിശുദ്ധ ഖുർആൻ ജീവിതത്തിന്റെ മാർഗദർശനമായി കിട്ടിയവരെ, പരിശുദ്ധ ഖുർആൻ ഖബറിലേക്ക് മയ്യിത്ത് വെച്ചു കഴിഞ്ഞാൽ 4ാമത് നമ്മോട് ചോദിക്കുന്ന ചോദ്യം എന്താ? വമാ ഇമാമുക, നിന്നെ മുന്നിൽ നിന്ന് നയിച്ചതാരാ? ഖബറിലേക്ക് മയ്യിത്ത് വെച്ചു കഴിഞ്ഞാൽ 4ാമത്തെ ചോദ്യം, മലക്കുകൾ ചോദിക്കുന്ന 4ാമത്തെ ചോദ്യം, നിന്നെ മുന്നിൽ നിന്ന് നയിച്ചതാരാ? ആ ചോദ്യത്തിന്റെ മറുപടിയാണല്ലോ പരിശുദ്ധ ഖുർആൻ. ഖുർആനിനെ ജീവിതത്തിന്റെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഭാഗ്യം കിട്ടിയ ആളുകളെ, യാ മഅ്ശറൽ ഖുറാ ഇസ്തഖീമൂ, നിങ്ങൾ മുസ്തഖീമായ മാർഗത്തിലേക്ക് കയറണേ. നിങ്ങൾ മുസ്തഖീമായ മാർഗത്തിലേക്ക് കയറണേ. ഏതാണ് ഈ മുസ്തഖീമായ മാർഗം? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസ് ഞാൻ ചേർത്ത് പറയാം. ഇമാം അബൂ ദാവൂദ് അവിടുത്തെ സുനനിലെ ഹദീസ് പറയുന്നുണ്ട്. ഇമാം തുർമുദി അവിടുത്തെ ജാമിഇലെ ഹദീസ് പറയുന്നുണ്ട്. മഹാന്മാരായ പല സ്വഹാബികളും ഹദീസ് നിവേദനം ചെയ്യുന്ന പരമ്പരയിൽ പ്രമുഖരായി നിൽക്കുന്നുണ്ട്. ഒരു റിവായത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്, മറ്റൊരു റിവായത്തിൽ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമയാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് പറയാണ്, ഖത്തലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖത്താ ഫഖാല ഹാദാ സബീലുള്ളാഹ് ثم خط خطوطا يمينا وشمالا فقال هذه سبل متفرقة وعلى كل سبيل منها الشيطان نبينا رسول الله. ഒന്നുകൂടി സയ്യിദുനാ റസൂലുള്ളാഹി, സയ്യിദുനാ റസൂലുള്ളാഹി. ഒരു വര നേരെ ഒരു വര വരച്ചു. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാ, ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കേ നേരെ ഒരു വര വരച്ചു. എന്നിട്ട് പറഞ്ഞു, ഹാദാ സബീലുള്ളാഹ്, നേരെ വരച്ച ഈ വരയുണ്ടല്ലോ
ഇത് അല്ലാഹുവിലേക്കുള്ള വഴിയാ, ഇത് അല്ലാഹുവിലേക്കുള്ള വഴിയാ. ثم خط خطوطا يمينا وشمالا, നേരെ വരച്ച ആദ്യത്തെ വര തുടങ്ങിയോടത്തുനിന്ന് തുടങ്ങി ആദ്യത്തെ വര അവസാനിക്കുന്നോടത്ത് അവസാനിക്കാൻ വേണ്ടി ചുറ്റിലുമായി വളച്ച് വളച്ച് പിന്നെ അതിന്റെ വലതുവശത്തും ഇടതുവശത്തും റസൂലുള്ള കുറെ വര വരച്ചു. എന്നിട്ട് പറഞ്ഞു, ഹാദിഹി സുബുലും മുതഫർരിഖ വഅലാ കുല്ലി സബീലിൻ മിൻഹാ ശൈത്താൻ. ഇതും വഴികളാണ് സ്വഹേബ. ഈ വളഞ്ഞ അപ്പുറവും ഇപ്പുറവും കാണുന്ന വഴികളിൽ വരകളിൽ ശൈത്താൻ ഉണ്ടേ. നബി മുഹമ്മദ് മുസ്തഫ. ഒരു വര നേരെ ഉള്ളത്, അതിന്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഏകദേശം രണ്ടും കൂടി കൂട്ടിയാൽ 30-ൽ പരം വര അപ്പുറവും ഇപ്പുറവും ഉണ്ടാവാം. 73 കിട്ടണം, 73 കിട്ടണം. 36 വര ഇപ്പുറത്തും 36 വര അത് ഇപ്പുറത്തും വരച്ചിട്ടുണ്ടാകണം ഹബീബ്. ഇടതുവശത്ത് 36, വലതുവശത്ത് 36, നടുവിലൊന്ന്. എത്രേ? 73 വര ഉണ്ടാവണം. നടുവിലെ വരയിലേക്ക് ചേർക്കണേ എന്ന ദുആയാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വരച്ചും കാണിച്ചു. സിറാത്തുൽ മുസ്തഖീം ഓതി വെച്ച ഹദീസിലേക്ക് വരാം. സ്വഹീഹുൽ ബുഖാരി അൻ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി. ഒന്നുകൂടി ഖാല റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഖുർആനിനെ ജീവിതത്തിന്റെ മാർഗദർശനമായി കിട്ടിയവരെ ഇസ്തഖീമു, ആ നടുവിലെ വരയിലൂടെ നിങ്ങൾ പോവണേ. ഫഖദ് സുബിഖതും സബഖൻ ബഈദാ, ആ നടുവിലെ വരയിലൂടെ കുറെ ആളുകൾ നിങ്ങളുടെ മുന്നേ പോയിട്ടുണ്ടേ. ഖാല റസൂലുള്ളാഹി. അല്ലാഹു അതിലേക്ക് ചേർക്കട്ടെ. ആ നടുവിലെ വരയിലൂടെ മുമ്പ് കുറച്ച് പേര് പോയിട്ടുണ്ട്. ആ മുമ്പ് പോയവരെ തേടിയാ നമ്മൾ പോകുന്നത്. അവരെ ഇത്തിബാഴ് ചെയ്യലാ നമ്മുടെ പണി. പോയോടത്തേക്ക് പോവലല്ല ഇത്തിബാഴ്. പോയവർ പോയോടത്ത് കാല് വെച്ച് തന്നെ പോകലാ ഇത്തിബാഴ്. അല്ലാഹു തരട്ടെ, അല്ലാഹു തരട്ടെ. അങ്ങനെ പോകുന്ന വഴിയിലാ നമ്മൾ കാണുന്നത് മഹാനായ ആറ്റപ്പൂത്തങ്ങള് സയ്യിദ് ഹൈദരലി ശിഹാബ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ആ മുന്നിലെ വരയിൽ നമ്മൾ കണ്ട വെളിച്ചമാണ് സയ്യിദ് മുഹമ്മദ് കോയ ബഅലവി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ആ മുന്നിൽ കാണുന്ന വരയിൽ നാം കണ്ട വെളിച്ചമാണ് മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. മുന്നിൽ കണ്ട വരയിൽ കണ്ട വെളിച്ചമാണ് മഹാനായ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. മുന്നിൽ കണ്ട വെളിച്ചമാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ്. ആലോല നായക ആത്മീയ പുങ്കവ ആരംഭർ മുത്ത് ശിഹാബെന്ന സ്വാത്തിക. അങ്ങേ കുടപ്പനക്കൽ തറവാട്ടിലുത്തമ ചൈതന്യ സാരമായി തീർത്തൊരാർ മന്നവ. ആദരാലഷ്ടദിക്കിന്നും ആരാധ്യന ആരംഭർ താഹ കുടുംബത്തിൻ ശ്രേഷ്ഠനാം. ബന്ധനങ്ങൾക്ക് സമരി സമർപ്പിച്ച വമ്പർ മുഹമ്മദിൻ പേരുറ്റ പൂമകൻ സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഉറക്കെ ആ നേരെയുള്ള വഴിയിലേക്ക് നിങ്ങൾ ചേരണേ. നിങ്ങൾ ഇടത്തേക്കോ വലത്തേക്കോ ഒരൽപ്പം ചാഞ്ഞാൽ ചെരിഞ്ഞാൽ ഒരിക്കലും ശരിയിലേക്ക് നിങ്ങൾക്ക് പിന്നെ വരാൻ പറ്റൂല. ഞാനല്ല പറഞ്ഞത്, നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. കയ്യിങ്ങനെ കെട്ടണ കാണും, കയ്യിങ്ങനെ കെട്ടുന്ന കാണും, കൈ പൊക്കാതെ കുനൂത്തിലും കാണും. ജുമഅക്ക് പോകുമ്പോൾ മലയാള പ്രഭാഷണം കേട്ടാൽ ആ ഖുത്ബയാകൂ എന്ന് പറയുന്നത് കാണും. ക്രൈസ്തവ സഹോദരന്മാരെ പോലെ പിന്നാലെ കൂടുമെന്ന് പറഞ്ഞ ആ ചര്യകൾ പിൻപറ്റുന്നോടത്ത് പെണ്ണുങ്ങളെ കൂട്ടി പള്ളി പോകുന്നത് കാണും. വിശദീകരിക്കുന്നില്ല, അതുകൊണ്ട് പറയട്ടെ. അള്ളാന്റെ ഹബീബ് പറഞ്ഞ ഇടത്തേതും വലത്തേതുമായ വഴിയിലേക്ക് പോകാതെ ഫഖദ് സുബിഖതും സബഖൻ ബഈദാ, നിങ്ങളുടെ മുന്നേ കുറെ സാബിഖീങ്ങൾ പോയിട്ടുണ്ടെന്ന് അള്ളാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം സാബിഖീങ്ങൾ പോയിട്ടുണ്ടെന്നാ പറഞ്ഞത്. സാബിഖീങ്ങളെ നമ്മുടെ മുന്നിലുണ്ട്, നമ്മുടെ മുന്നേ പോയവര്. സാബിഖീങ്ങളെ മറന്ന പിന്നെ ദീനില്ല. ഇന്നലെ ഏത് ദിവസമാണെന്ന് മറന്നു, മിനിഞ്ഞാന്നത്തെ മറന്നു. നമ്മളിപ്പോ ഒരു പുതിയ ജീവിയായിട്ട് ബോധം തെളിഞ്ഞു വന്ന മനുഷ്യനാ. ആദ്യം ചോദിക്കുന്ന എന്താഴ്ചയാ? ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്നലത്തെ ദിവസവും അറിയില്ല, മിനിഞ്ഞാന്നത്തെ അറിയില്ല, സമയം അറിയില്ല, നേരം വെളുക്കണതും രാത്രി ആവണതും ഒന്നും അറിയില്ല. ഒരു അടച്ചിട്ട റൂമിൽ ഷിപ്പിലൊക്കെ ജോലി ചെയ്യുന്ന ചില സഹോദരന്മാർ പറയാറുണ്ട്, പുറത്തേക്ക് വരുമ്പോഴാ ഇന്ന് ശനിയാഴ്ചയാണെന്ന് മനസ്സിലാവണേന്ന്. അപ്പൊ മുൻഗാമീനെ മറന്ന ഇപ്പൊ നിൽക്കുന്ന അവസ്ഥ ഏതാണെന്ന് അറിയില്ല. അതാ പറഞ്ഞത്, നിങ്ങൾ വലത്തോട്ട് എടുത്തോട്ട് പോവല്ല, നടുവിൽ തന്നെ പൊയ്ക്കോന്നാ പറഞ്ഞത്. ഒരു വഴിയാണത്, ആ വഴി തന്നെ പോണം. എന്താ വഴി? എന്താണ് വഴി? മുമ്പ് കുറെ ആളുകൾ പോയതും ലക്ഷ്യത്തിലേക്ക് നിശ്ചയിക്കപ്പെട്ടതും ഇനി കുറെ ആളുകൾക്ക് പോവാനുള്ളതുമായ എന്തോ അതാണ് വഴി. ഞാൻ താനിശ്ശേരിക്ക് വരാൻ വേണ്ടിയിട്ട് ഷെർഫുക്ക എനിക്ക് ലൊക്കേഷൻ ഇട്ടു തന്നു. ഒരു വഴിയുണ്ട് അതിനു വേണ്ടി നിശ്ചയിക്കപ്പെട്ടത്. അത് വഴി തന്നെ വരണം. നിശ്ചയിക്കപ്പെട്ട വഴിയിലൂടെ അല്ലാതെ ഒരാള് വേറെ വഴിക്ക് വന്നാൽ അപകടമാണ്. ലഖദ് ലലൽതും ലലാലൻ ബഈദാ ഖാല റസൂലുള്ളാഹി. അതിനുവേണ്ടി നിശ്ചയിച്ച വഴി ഒരു KSRTC ബസ് കൊണ്ടുവന്ന് സ്റ്റാൻഡിൽ നിർത്തി. യാത്രക്കാർക്ക് അതിലേക്ക് കയറണം. വാഹനം കാലിയാണ്, വഴിയുണ്ടതിന്. എന്താണ് വഴി? ആ ബാക്കിലെ ഡോർ, ഞാൻ പഴയ KSRTC പറഞ്ഞത് കേട്ടോ, ആ ബാക്കിലൊരു ഡോറുണ്ട്, അതിലൂടെ അങ്ങോട്ട് കയറണം. 2 ഡോർ അതിനുള്ളത് കയറാൻ അല്ലേ, അതിലല്ലേ കയറാ. KSRTCയുടെ ബാക്കിലെ ഡോറിലൂടെ അങ്ങോട്ട് കയറാം. അപ്പണ്ട് ഒരു വിരുദ്ധൻ ആ ടയറിൽ ചവിട്ടിയിട്ട് അവൻ ആ വിൻഡോ വഴി തല ആദ്യം കടത്തി അവൻ ആ സീറ്റിലേക്ക് തല്ലി അടിച്ച് വീണു. അവനും ബസ്സിൽ യാത്ര ചെയ്യാൻ കുഴപ്പമുണ്ടോ? അവൻ അതിന്റെ പേരിൽ ഒരു പക്ഷെ അറസ്റ്റ് ചെയ്യലൊന്നും നടക്കില്ല. പക്ഷെ അവനും ഒരു വഴി സ്വീകരിച്ചു. ആ വഴി നല്ല വഴിയാണോ? അല്ല. അതിന് നിശ്ചയിക്കപ്പെട്ട വഴി തന്നെ പോണം. അപ്പോഴുണ്ട് ഡോർ വഴി കയറാലോ, ഡോർ വഴിയെ കയറിയാൻ പറ്റില്ല, നമുക്ക് നിശ്ചയിച്ച വഴി പോണം. അത് മുമ്പ് കുറെ ആളുകളൊക്കെ ബസ്സിൽ കയറിയത് ഇങ്ങനെയാ. അപ്പോഴുണ്ട് ഒരാൾ അതിനോട് ഒറ്റക്ക് കയറുണ്ട്. ഇമാമിന്റെ ഡോറുണ്ട്, ഡ്രൈവറിന്റെ ഡോറ്, അങ്ങോട്ട് വന്ന കയറ്റോ? ഇല്ല. അപ്പൊ അപകടം വരും. ടയറിൽ ചവിട്ടി വിൻഡോ വഴി ചാടിയ നിശ്ചയിക്കപ്പെട്ട വഴി അത് സിറാത്തുൽ മുസ്തഖീം, നടുവിലെ വഴി. അത് സാബിഖീങ്ങൾ പോയതാ. ആരാ സാബിഖീങ്ങൾ? സാബിഖീങ്ങൾ ആരാണെന്ന് ഖുർആൻ പറയട്ടെ. 5 വഖത്ത് നിസ്കാരം ഇന്നത് ഇന്നതാണെന്ന് പറയാൻ വാക്കുകൾ കൊണ്ട് പിശുക്ക് കാണിച്ച ഖുർആൻ ആ സാബിഖീങ്ങൾ ആരാണെന്ന് പറയാൻ വാക്കിന് പിശുക്ക് കൊണ്ടുവന്നില്ല. സൂറത്ത് തൗബ, والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان. അതിൽ പെടുത്തട്ടെ. ആരാണ് സാബിഖീങ്ങൾ? والسابقون الأولون من المهاجرين والأنصار. അവർ മുഹാജിറുകളാ, അവർ അൻസാറുകളാ. വസൽ ഹുനൈനം വസൽ ബദ്റം വസൽ ഉഹദാ أنواع تعذيبهم والحتف كيف جرى هم الرجال بلا هم الجبال بلا كالدقر في همة بل سادة كبراء أكرم بهم فتية تمت فضائلهم وعم آلاؤهم للحق دون مرا مولاي صل وسلم على حبيبك خير സാബിഖീങ്ങളാരാ? വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. അവർ മുഹാജിറുകളാ, അവർ അൻസാറുകളാ. ഈ ആയത്തിന് വ്യാഖ്യാനം കൊടുക്കുന്നോടത്ത് മഹാനായ ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ ദുർറുൽ മൻസൂറിൽ പറയുന്നു, വഹുമുല്ലദീന യുസല്ലൂന ഇലൽ ഖിബ്ലതൈനി ജമീആ. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികളില് 2 പ്രാവശ്യം ഖിബലയുടെ മാറ്റ പ്രഖ്യാപനം വന്നപ്പോ ബൈത്തുൽ മുഖദ്ദസ് ഖിബലയായി പ്രഖ്യാപിച്ചപ്പോഴും പിന്നീട് കഅബ ഖിബലയായി പ്രഖ്യാപിച്ചപ്പോഴും ഖിബലയുടെ മാറ്റ പ്രഖ്യാപനങ്ങളിൽ അള്ളാന്റെ ഹബീബിന്റെ കൂടെ കൂടിയിട്ട്
ആ മുഖം തിരിച്ച് നിസ്കരിച്ചവരുണ്ടല്ലോ, അവരാണ് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ വഹും അഹ്ലു ബദർ. അത് ബദരീങ്ങളാ, അത് ബദരീങ്ങളാ, അത് ബദരീങ്ങളാ. മഹാനായ ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ ദുർറുൽ മൻസൂറിൽ ഈ ആയത്തിന് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. ബദരീങ്ങളെ പറയാതെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ, അവരെ ഓർക്കാതെ ഒരാൾക്ക് ദീനില്ല, ഒരാൾക്ക് ദീനില്ല. വല്ലദീന തബഉഹും, അവർ കാല് വെച്ചോടത്ത് കാല് വെക്കലാണ് ഇത്തിബാഴ്. അവർ പോയോടത്തൂടെ പോവല് ഇത്തിഫാഖാ. ഇത്തിബാഴ് എന്നാ ഖുർആൻ പറഞ്ഞത്. വല്ലദീന തബഉഹും ബിഇഹ്സാൻ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. ആമീൻ പറയൂ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അല്ലാഹു അതിൽ പെടുത്തട്ടെ. അവരെ ഇത്തിബാഅ് ചെയ്യണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. റബ്ബന ഗഫിർ ലനാ വലി ഇഖ്വാനിനൽ ലദീന സബഖൂനാ ബിൽ ഈമാൻ. അല്ലാഹുവേ, ഞങ്ങളെക്കാൾ ഈമാൻ കൊണ്ട് മുൻകടന്നവരാവര്. അല്ലാഹുവേ, അവർക്ക് നീ മഗ്ഫിറത്തിന്റെ മഹാപദവി നൽകണേ. പരിശുദ്ധ ഖുർആൻ ബദരീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാതെ ഒരാളുടെ ഈമാൻ പൂർണ്ണമല്ലെന്ന ഈ ആയത്തിന്റെ മുൻപുള്ള ആയത്ത് സൂചിപ്പിച്ചത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബദരീങ്ങൾ ചെറിയ ആൾക്കാരൊന്നുമല്ല. ഇവിടെ ഷറഫുദ്ദീൻ ഫൈസി പറഞ്ഞു, അവരെ പറ്റി പാടിയ സദസ്സിൽ പോയിരുന്ന ആളുടെ കണ്ണിന്റെ കാഴ്ച കിട്ടിയെന്ന്. നടക്കൂടോ? അവരെ അള്ളാഹു ആദരിച്ചു. ഒരു ഹദീസ് കേട്ടോളൂ. സ്വഹീഹ് മുസ്ലിം അൻ അനസ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ സഅദ النبي صلى الله عليه وسلم أحدا وأبو بكر وعمر وعثمان فرزف بهم أحد فقال النبي صلى الله عليه وسلم أثبت أحد إنما عليك نبي وصديق وشهيدان شفيعنا رسول الله. സ്വഹീഹ് മുസ്ലിം. അനസ് തങ്ങൾ പറയാണ്, ഞാൻ ഒരിക്കൽ ഇങ്ങനെ നോക്കി നിൽക്കേ, അനുഗ്രഹീതമായ ഉഹദ് മലയുണ്ടല്ലോ, ഉഹദ് മല. അല്ലാഹുവേ, അതൊന്ന് കാണാൻ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. എന്റെ പ്രിയമുള്ളവരെ, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു പാതിരാവിലെ 2-2:30 മണിക്കാ ഞാൻ ഉഹദ് മല കാണാൻ പോയത്. മഹാന്മാരായ സൂഫിയാക്കൾ പറയുന്നുണ്ട്, ഉഹദ് മല കാണാൻ അർദ്ധരാത്രിയാ പോവേണ്ടത്. സൗദി ഔഖാഫിന്റെ നേതൃത്വത്തിൽ അതിന് കൃത്യമായ പരിചരണമുണ്ട്. ഉഹദ് മലയിൽ പാതിരാവിലെ സ്പോട്ട് ലൈറ്റ് കൊടുത്തുകൊണ്ട് സിയാറത്തിന് സൗകര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പാതിരാവിലാ പോയത്. ഉഹദ് മല ഒരുപാട് കഥകൾ പറയുന്നു. ഉഹദിന്റെ പാറക്കെട്ടുകൾ. ഉഹദ് മലയിൽ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ അർവാഹ് ഹാളിറാകുന്നത് രാത്രിയുടെ യാമങ്ങളിലുണ്ടെന്ന് മഹാന്മാരായ സുഫിയാക്കൾ പറയുന്നുണ്ട്. ഹജ്ജിനും ഉംറയ്ക്കൊക്കെ സൗകര്യം കിട്ടുമ്പോ ഒരു ടാക്സി വിളിച്ചൊരു 2 മണിക്ക് അവിടെ പോവണം, ദുആരക്കണം. അല്ലാഹുവിന്റെ ഔലിയാക്കൾ ആമീൻ പറയുമെന്നാ പറയുന്നത്. ഉഹദ് ഒരു സംഭവമാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഉഹദിന്റെ മുകളിൽ പലപ്പോഴും കേറാറുണ്ട്. അനസ് എന്നവര് പറയാ, ഞാൻ കണ്ടു നിൽക്കാ സഅദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദാ. അല്ലാഹുവിന്റെ ഹബീബ് ഉഹദിന്റെ മുകളിലേക്ക് അവിടുത്തെ പരിശുദ്ധമായ പാദം പറിച്ചു വെച്ചുകൊണ്ട് നടന്നു കയറുന്നു. ഉഹദിന്റെ ഉഡ്ഡയനങ്ങളെ താണ്ടി പോകുന്ന പുന്നാര നബിയുടെ പിന്നാലെയുണ്ടല്ലോ അബൂബക്കറിൻ വഉമർ വഉസ്മാൻ. 3 സ്വഹാബികളും പിന്നാലെയുണ്ട്. 3 പേരും കേറിയിട്ട് ഉഹദിന്റെ മുകളിൽ നിൽക്കുമ്പോൾ ഫറസഫ ബിഹിം ഉഹദ് വിറയ്ക്കാൻ തുടങ്ങിയേ. എന്തിനാ ഉഹദ് വിറച്ചത്? റിക്ടർ സ്കെയിലിലെ ഭൂകമ്പമല്ലാതെ ഉഹദ് വിറച്ചു എന്ന് സ്വഹീഹ് മുസ്ലിം. ഉഹദ് വിറച്ചു. ആദരവ് കൊണ്ട് വിറച്ചു. ആദരവ് കൊണ്ട് വിറയ്ക്കോ? ആദരവ് കൊണ്ട് പൊട്ടിത്തെറിക്കുമെന്ന് ഖുർആൻ. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. ആദരവ് കൊണ്ട് പാറക്കെട്ടുകൾ പൊട്ടിത്തെറിക്കുമെന്ന് ഖുർആൻ. പൊട്ടിത്തെറിച്ചല്ലോ. തുരിസീന പർവ്വതത്തിന്റെ പാറക്കെട്ട് പൊട്ടിത്തെറിച്ചല്ലോ.
സൂറത്തുൽ അഅറാഫിന്റെ 143-ാമത്തെ ആയത്ത് പറഞ്ഞത് അല്ലാഹുവിന്റെ പ്രോജ്വല പ്രകാശത്തിന്റെ ഒരംശം ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബലി ജഅലഹു ദക്കം വഖറ മൂസാ സൈഖാ. ആദരവ് കൊണ്ട് പൊട്ടിത്തെറിക്കും എന്ന് പറയാ മാത്രല്ല, പൊട്ടിത്തെറിച്ചിട്ടുണ്ടെന്ന് ഖുർആൻ. പൊട്ടിത്തെറിക്കും. ഇതറിയാം സാബിഖീങ്ങളുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ. فقال النبي صلى الله عليه وسلم مثبت احد ഉഹദേ നീ അടങ്ങണേ. ഏത് കാലെടുത്ത് വെച്ചപ്പോഴാ ഉഹദ് വിറച്ചത്? ആ കാലിന്റെ പിന്നാലെ കൂടാനാ ഈ മജ്ലിസ് നൂർ ആറ്റപ്പൂത്തുന്നത്. പല ശർറുകൾക്കും കാവലെങ്കിൽ ഇബ്ലീസ് ഈമാൻ കൊണ്ടുപോകുന്ന ബിദ്അത്തിന്റെ കാവലാ. ഖിയാമത്ത് നാളെ വരാ മഹാന്റെ തർബിയത്ത. ആറ്റപ്പൂ ചെറിയ ആളാണോ? മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങൾ ചെറിയ ആളല്ല, സുഫിയാണ് വലിയ മഹാനാണ്. ശംസുൽ ഉലമ പോലും അവിടുത്തെ ശിഷ്യനോട് ബറക്കത്ത് ചോദിച്ചതാ, ചെറിയ ആളല്ല. എന്റെ പ്രിയമുള്ളവരെ, ഉഹദ് മല വിറച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഉസ്ബത്ത് ഉഹദേ നീ അടങ്ങണേ. ഇന്നമാ അലൈക നബിയുൻ, നിന്റെ മുകളിൽ നില ഉറപ്പിച്ചിരിക്കുന്നത് അലൈക ഇസ്തിഅലാ മഅൽ ഇസ്തിഖ്റാറാണ്. അങ്ങനെ ഉഹദ് വിറച്ച വീഴൊന്നുമില്ല. ഇവിടെ ഉഹദ് വിറച്ച വീഴൂല. ഇന്നമാ അലൈക, നിന്റെ മുകളിൽ വീഴാതെ നിൽക്കുന്നത് ഇസ്തിഅലാഉ ഇസ്തിഖ്റാർ. നബിയുൻ, അള്ളാന്റെ നബിയ, സിദ്ദീഖുൻ, മഹാനായ സിദ്ദീഖ, ഷഹീദാനി, പിൽക്കാലത്ത് ഷഹീദാവാനുള്ള 2 മഹാന്മാർ. ഖാല റസൂലുള്ളാഹി, ബദരീങ്ങൾ കേറി നിന്ന മല വിറച്ചൂന്ന്. ആ ബദരീങ്ങളെ വിളിച്ചാൽ ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ. ബദരീങ്ങളെ പറ്റി ഖുർആൻ പറഞ്ഞ ഒരു ആയത്തുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനിൽ 6000-ൽ പരം ആയത്തുകളിൽ സാഹിത്യത്തിന്റെ എല്ലാ ചടുല ഭാവങ്ങളും കൊണ്ടുവന്ന ഒരു ആയത്തുണ്ട്. അത് ബദരീങ്ങളെ പറയാമെന്ന ആയത്താണ്. അറബി ഭാഷയിലെ 29 അക്ഷരവും ഈ ആയത്തിലുണ്ട്. ഒരായത്തിൽ 29 അക്ഷരം ഉണ്ടെന്നാ പറഞ്ഞത്. ഖുർആനിൽ ഒരു അധ്യായത്തിൽ തന്നെ എല്ലാ അക്ഷരവും ഇല്ല. അങ്ങനെയുണ്ട്. ഫാത്തിഹയിൽ തന്നെ ജീമില്ല. ഫാത്തിഹ ഓതി നോക്ക്, ഫാ ഇല്ല. പല അക്ഷരങ്ങളും പല അധ്യായങ്ങളിലില്ല. ഇന്നായത്തൈനാക്കൽ കൗസർ ഓതുമ്പോൾ അതിൽ പല അക്ഷരമില്ല. ഖുൽ ഹുവല്ലാഹു അഹദ് പല അക്ഷരമില്ല. അതിൽ ഒരു അധ്യായം പറഞ്ഞത്. എന്നാൽ ഒരു ആയത്തിൽ അറബി ഭാഷയിലെ എല്ലാ അക്ഷരവും. കാരണം ഖുർആന്റെ മാസ്മരികമായ ആ അവതരണത്തിൽ ബദരീങ്ങളെ പറയുന്ന പ്രകീർത്തനങ്ങളിൽ പരിശുദ്ധ ഖുർആൻ ചരിത്രത്തിന്റെ ആധികാരികമായ അവതരണം നടത്താണ്. മസലുഹും ലാലിക മസലുഹും ഫിത് തൗറാത്ത് എന്ന് പറയുന്ന ചരിത്രത്തിന്റെ അവതരണം നടത്തുന്ന ബദരീങ്ങളുടെ പ്രകീർത്തനം പറയുന്ന ആയത്തിൽ അക്ഷരങ്ങളിൽ കുറവില്ല. അറബി ഭാഷയുടെ സർവ്വക്ഷരമുണ്ട്. ബദരീങ്ങൾ പറയാം. ഞാൻ ആയത്ത് ഓതിയിട്ട് അതിന്റെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. محمد رسول الله والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل. സുദീർഘമായ ആയത്താണ്. അല്ലാഹു ബദരീങ്ങളെ പറ്റി പറയാം. ബദരീങ്ങളെ പറ്റി പറയുമ്പോൾ ആദ്യം ബദരീങ്ങളുടെ നേതാവിനെ പറയണേ.
അങ്ങനെയാണല്ലോ, ഞാനൊരു CPM കാരനാണെന്ന് ഒരാൾ പറഞ്ഞാൽ ആരടാ നിന്റെ നേതാവ്? അത് സഖാവ് പിണറായി വിജയനാ. ഞാനൊരു മുസ്ലിം ലീഗുകാരൻ, ആരടാ നിന്റെ നേതാവ്? മഹാനായ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളാ. ഞാനൊരു SKSSF കാരനാ, ആരടാ നിന്റെ നേതാവ്? സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാ. ഏത് പാർട്ടിയെ പറഞ്ഞാലും ഞാനൊരു കോൺഗ്രസ്സുകാരനാ, നീ പിണക്കം വേണ്ട, ആരടാ നിന്റെ നേതാവ്? അത് സതീശനാ, അല്ലെങ്കിലോ വേറെ ആരെങ്കിലോ, അങ്ങനെയൊക്കെ പറയൂലോ. ഒരു സംഘത്തെ കുറിച്ച് പറയുമ്പോ, ഒരു വിഭാഗത്തെ കുറിച്ച് പറയുമ്പോ അവരുടെ നേതാവിനെ പറയണമല്ലോ. പരിശുദ്ധ ഖുർആൻ നേതാവിന്റെ പേര് പറഞ്ഞിട്ട് തുടങ്ങാണ്. നേതാവിന്റെ പേര് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നേതാവിന് 1000 പേരുണ്ടെന്ന് തുഹ്ഫയുടെ മുഖദ്ദിമ പറയുന്നിടത്ത് ഇമാം സിർവാനി രേഖപ്പെടുത്തുന്നുണ്ട്. ആ നേതാവിന് 1000 പേരുകളുണ്ട്. അത്രേ 1000 പേരുണ്ട് മുഹമ്മദ് നബി. പക്ഷേ 1000 പേരിൽ ഈ പേരുകൊണ്ടായി നേതാവിനെ പറഞ്ഞത്. എന്തുകൊണ്ടെന്നറിയോ? ഈ പേരിന്റെ അകത്ത് ആ നിയോഗത്തിന്റെ സർവലക്ഷ്യങ്ങളുമുണ്ട്. ആ നിയോഗത്തിന്റെ സർവലക്ഷ്യങ്ങളും ഈ പേരിലുണ്ടെന്നാ സൂഫിയാക്കൾ പറഞ്ഞത്. ഈ പേര് മുഹമ്മദ് എന്ന ബദരീങ്ങളുടെ നേതാവിന്റെ പേര് സല്ലല്ലാഹു അലാ മുഹമ്മദ്. 5 അക്ഷരത്തിൽ 3 അക്ഷരവും മീമാ മു ഹാ ശബ്ദുള്ള മീമ 2 എണ്ണ. ഒരാൾക്ക് ആലമുൽ അർവാഹിലും ഒരാൾക്ക് ഭൂമിയിലും, അതേ ആൾക്ക് തന്നെ ഖബർ മുതൽക്ക് അങ്ങോട്ടുള്ള മരണാനന്തര ജീവിതത്തിലുമുള്ള 3 ലൈഫാണ് ഈ 3 മീമെന്ന് മഹാന്മാര് പറയാണ്. അതായത് സൃഷ്ടി ശ്രേഷ്ഠരെ, അഷ്റഫുൽ ഖൽഖേ, അങ്ങ് അല്ല കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ സൃഷ്ടി, അല്ല കഴിഞ്ഞാൽ പിന്നെ ഈ ഇല്ലായ്മയിലെ ഒരു ഉണ്മ, ഒരു ഉണ്ടായി എന്ന് പറയുന്ന ഒന്ന് അല്ലാഹ്ക്ക് ശേഷം അങ്ങല്ലേ. കുന്തു നബിയൻ വആദമു ബൈനൽ മാഇ വത്തുറാബ്. ആദമിനെ പടയ്ക്കാനുള്ള വെള്ളവും മണ്ണും എവിടെയോ അപ്പോഴ് അല്ലോ അതിനു മുമ്പേ ഞാൻ നബിയാ നബി മുഹമ്മദ് മുസ്തഫ. ആദ്യത്തെ സൃഷ്ടി ശ്രേഷ്ഠരെ, അഷ്റഫുൽ ഖൽഖേ, അങ്ങ് ആലമുൽ അർവാഹിലെ ഞങ്ങളുടെ പിതാവാ, ഭൂമിയിലെ പിതാവാ, അങ്ങ് മരണാനന്തരമുള്ള പരലോക ജീവിതത്തിന്റെ പിതാവാ. 3 ലോകത്തേക്കും പോകുന്ന മീമിന്റെ മാസ്മരികമായ പ്രയോഗം മുഹമ്മദ്. ആ വാക്ക് ഉച്ചരിക്കുമ്പോൾ തന്നെ പുറത്തേക്ക് വരുന്ന അക്ഷരങ്ങളുടെ നാദത്തിനും താളക്രമീകരണത്തിനും അതിൻ്റെതായൊരു സൗന്ദര്യമുണ്ടെന്ന് പറഞ്ഞേ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വശ്യമനോഹരമായ ഉച്ചാരണ സൗകുമാര്യത, വാചാർത്ഥ്യ അവിസ്മരണീയമാക്കുന്ന ഒരു വ്യംഗ്യാർത്ഥം, വല്ലാത്ത ഒരു മുഴക്കം പോലെ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. അനാദിയായ വിദൂരതയിൽ നിന്നും പുറപ്പെടുന്ന ഒരു മകാരം പതുക്കെ പതുക്കെ ചെവിയിൽ നിന്നും ഹൃദയത്തിലേക്ക്, ഹൃദയത്തിൽ നിന്നും ആത്മാവിൽ സായൂജ്യമണയുന്ന 5 അക്ഷരത്തിൽ 3 അക്ഷരവും മീമായിട്ടുള്ള 3 മീമകളുടെ സഞ്ചയ കേന്ദ്രമേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മലയാളത്തിന്റെ അനുസര കവിയായ ഇക്രി കൃഷ്ണനെ ഓർത്തു പോവാം. അയാള് റസൂലുള്ളാഹിനെ വർണ്ണിക്കുന്നത് കണ്ടാൽ അവിടെ നിന്ന് പറയാ, ഹബീബിനെ കുറിച്ച് പറയാ. അദ്ദേഹത്തിന്റെ അല്ലമീൻ എന്ന കവിതാ സമാഹാരത്തിന്റെ തുടക്കം തന്നെ മനോഹാരിതയുടെ ഒരു കുങ്കുമച്ചെപ്പ് തുറന്നു വെച്ചുകൊണ്ടാ. പൂവിൽ പതിഞ്ഞ തേൻകണമോ മുഹമ്മദ് മുസ്തഫ, പാലിൽ പതിച്ച കൽക്കണ്ടമോ മുഹമ്മദ് മുസ്തഫ, പൊന്നിൽ പതിച്ച മാണിക്യമോ മുഹമ്മദ് മുസ്തഫ. ഒരു സഹോദര സമുദായത്തിന്റെ സഹോദരന്റെ തൂലികയിൽ പിണഞ്ഞ അക്ഷരങ്ങളായത് റസൂലുള്ളാഹിനെ വർണ്ണിക്കാ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ബദരീങ്ങളുടെ നേതാവാ. ആ നേതാവിന്റെ ഈ പേര് കൊണ്ടാ തുടങ്ങിയത്. ഓരോ പേരിനും ഓരോ ലക്ഷ്യമുണ്ട്. പാടുക പാടുക ശാരദ ശാരിക, പാടലധാരി നീമ്പമോടെ
പാടുക പാടുക സാരദ സാരികെ പാടലധാരി നീ ഇമ്പമോടെ പാരിടെ അല്ലമീൻ എന്നൊരു പേരിനു പാരിടെ അല്ലമീൻ എന്നൊരു പേരിനു ആരുതാൻ ആരാണർഹൻ മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസഖലൈനി വൽ ഫരീഖൈനി മിൻ ഉറുബിൻ വമിൻ അജമി ഉറക്കെ മൗലായ സല്ലി വസൽ അലാ ഹബീബിക ഖൈർ. ബദരീങ്ങളെ കുറിച്ച് പറയുന്ന ആയത്തിന്റെ പ്രൗഢിയിൽ ഒരു കുറവുമില്ല. നേതാവിന്റെ മനോഹരമായ അനശ്വരനാമം തന്നെ പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നേതാവിന്റെ ബിരുദം പറയാണ്, റസൂലുള്ളാഹി വല്ലദീന അശദ്ദാഉ അലൽ കുഫാർ. ആ നേതാവിന്റെ ബിരുദം ചേർത്ത് പറഞ്ഞു. നേതാവിന്റെ ബിരുദം എന്താ? നേതാവിന്റെ ബിരുദം പലരും പലതും പറയും. ആഭ്യന്തരമന്ത്രി എന്ന് പറയും. നേതാവിന്റെ പേര് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, MLA, MP, ഈ നേതാവിന്റെ ബിരുദം, ഈ നേതാവിനെ പറ്റി പലരും പറഞ്ഞു കുഴിച്ചു മൂടപ്പെട്ട സ്ത്രീത്വത്തിന്റെ പുനരുദ്ധാരകന ഈ നേതാവെന്ന് പറഞ്ഞു. കർഷക സമൂഹത്തിന്റെ കൈത്തണ്ടിലെ തഴമ്പിനെ ചേർത്ത് പിടിച്ച് ചുംബനം കൊടുത്ത മഹാനാണ് ഈ നേതാവെന്ന് പറഞ്ഞിട്ടുണ്ട്. തകർന്ന തരിപ്പണമായ മാനുഷിക നിയമങ്ങളുടെ പുനഃസംവിധായകനാണ് ഈ നേതാവെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ അള്ളാഹു പറഞ്ഞു, ഈ നേതാവിന്റെ ബിരുദം റസൂലുള്ളാഹ്, അള്ളാന്റെ റസൂല. ഈ നേതാവിന്റെ ബിരുദം അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബദരീങ്ങളുടെ നേതാവിന്റെ മനോഹരായിട്ടാ ഖുർആൻ പറഞ്ഞത്. അപ്പോഴുണ്ട് അസ്മാഉൽ ബദർ ഓതുന്നതിനെയും അതുപോലെ തന്നെ മജ്ലിസുൻ നൂർ ഓതുന്നതിനെയും മഹാന്മാരായ ബദരീങ്ങളെ പ്രകീർത്തിക്കുന്ന കാവ്യങ്ങളെയും പുച്ഛഭാവത്തോടു കൂടെ വീക്ഷിച്ച് അതിന് ശിർക്കിന്റെ മുദ്ര കുത്തി കുഫറിന്റെ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയുന്ന ക്ഷുദ്രജീവിയെ ഞാൻ വിളിക്കാം. ഈ ആയത്ത് പഠിപ്പിച്ചതാരാണോ? ബദരീങ്ങൾ എത്ര മനോഹരമായ ഭാഷയിൽ അല്ലാഹു അവതരിപ്പിച്ചത്. റസൂലുള്ളാഹ് ബദരീങ്ങളുടെ നേതാവിന്റെ പേരാദ്യം പറഞ്ഞു. ഒരു 10 കൊല്ലം വഴുതു പറഞ്ഞാൽ തീരൂല ഈ റസൂലുള്ളാഹിനെ കുറിച്ച് പറയാൻ, ഈ നേതാവിനെ കുറിച്ച് പറയാൻ, ആ ബിരുദത്തെ കുറിച്ച് പറയാൻ, ആ പേരിനെ കുറിച്ച് പറയാൻ. കാരണം അവാജ്യമാണ്, ഒരു തൂലികക്കും രേഖപ്പെടുത്തി കഴിയില്ല നബിയെ. അങ്ങയെ കുറിച്ച് പറയാൻ ആർക്കും കഴിയില്ല. അമിൻ തദക്കുറുജി റാനിം ബിദി സലമി മസജതദം അൻസറാമിൻ മുഖലത്തും ബിദമി മൗലായ ലിംദായിമൻ നബദാ. കരയണ്ടാന്ന് വെച്ചതാ കരഞ്ഞു പോവാ നബിയെ, പറയണ്ടാന്ന് വെച്ചതാ പറഞ്ഞു പോവാ നബിയെ. അങ്ങയെ പറയാൻ അല്ലാഹുവിന്റെ ഖുർആന്റെ ചടുലമായ സാഹിത്യത്തിന്റെ ഓരോ അക്ഷരക്കൂട്ടങ്ങളും ഞങ്ങളുടെ മുന്നിൽ അത്ഭുതം തീർക്കാണ് നബിയെ. ബദരീങ്ങളെ പറ്റി പറയട്ടെ. ആദ്യം അവരുടെ നേതാവിനെ പറഞ്ഞു, നേതാവിന്റെ ബിരുദം പറഞ്ഞു. ബദരീങ്ങളുടെ ഒന്നാമത്തെ പ്രത്യേകത പറയാണ്, മഅഹൂ മുത്തനബിയോടുകൂടെയുള്ള മഅയ്യത്താണ് അവരുടെ ഒന്നാമത്തെ പ്രത്യേകത. അള്ളാന്റെ ഹബീബിന്റെ കൂടെ 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 എന്നാ എപ്പോഴും അവര് ചിന്തിച്ചത്. ആ മുഖം കാണാൻ ഇനി എനിക്ക് പറ്റൂലല്ലോ. അള്ളാന്റെ ഹബീബ് വഫാത്തായി എന്ന് പറയുന്ന വാർത്ത സഹാബി തോട്ടം തെളിച്ചുകൊണ്ടിരിക്ക. ഫഖ്റുദ്ദീൻ റാസി സൂറത്തുൻ നിസാഇന്റെ വ്യാഖ്യാനത്തിൽ കുറിക്കുന്നത് കാണാം. തഫ്സീറുൽ കബീറിൽ മകനോടി വരാ, ഉപ്പാ തുഫിയ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായി എന്ന് പറയാൻ മകൻ ഓടി വരുമ്പോൾ വാപ്പ ഒന്നുകൂടി ചോദിച്ചു, മോൻ ഒന്നുകൂടി പറഞ്ഞെന്താ നീ പറഞ്ഞത്? തുഫിയ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായി ഉപ്പ. കേട്ട ഉടനെ സ്വഹാബി ദുആ ചെയ്തു, അല്ലാഹുവേ എന്റെ ഈ 2 കണ്ണിന്റെ കാഴ്ച നീ കളയണേ അല്ലാ. ലാ തദഉ അലാ അൻഫുസികും, സ്വന്തം ശരീരത്തിനെതിരെ നിങ്ങൾ ദുആ ചെയ്യല്ലേ. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ ഹദീസിന്റെ അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി ഖാല റസൂലുള്ളാഹി, സ്വന്തം ശരീരത്തിനെതിരെ ദുആ ചെയ്യാൻ പാടില്ല. പ്രവാചക പ്രണയത്തിന്റെ പ്രഫുല്ലമായ പ്രാർത്ഥനയ്ക്ക് അല്ലാഹുവിങ്കൽ ഹിസാബില്ല. നബി സ്നേഹമാ. അല്ലാഹുവേ എന്റെ ഹബീബിനെ ഇനി കാണാൻ ഈ കണ്ണിന് ഭാഗ്യമില്ലേ, എന്നാൽ എനിക്ക് ഈ കണ്ണ് വേണ്ട.
സഹൽ ഫൈദ് വഅദ് പറഞ്ഞിട്ട് പോയാലും നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം. ആ സ്വഹാബിയുടെ കണ്ണിന്റെ കാഴ്ച അവിടെ വെച്ച് തന്നെ പോയെന്ന് ഫഖറുദ്ദീൻ റാസിയുടെ തഫ്സീറുൽ കബീറിൽ വെളുത്ത കടലാസിൽ കറുത്ത ഭാഷയിൽ ഇപ്പോഴും കാണാം. ആ നേതാവിന്റെ കൂടെ എല്ലാരും ആഗ്രഹിച്ചു ആ കൂടെ ഒന്ന് കിട്ടാൻ. അപ്പോഴുണ്ട് ഹിജറ പോവാൻ നേരം മഹാനായ സിദ്ദീഖ് ദുആയിരുന്നു, കൂടെ 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 മരിലൽ ഹബീബ് ഫഉത്തുഹു ഫമരിലതു മിൻ അസ്ഫി അലൈ സുഫിയൽ ഹബീബ് ഫസാറനി ഫസുഫീതു മിൻ നദരി ഇലൈഹി. സിദ്ദീഖ് തങ്ങൾ പാടിയതാ. റസൂലുള്ളാഹിക്ക് രോഗം വന്നെന്നറിഞ്ഞു. ഞാനൊന്ന് കാണാൻ പോയി. കണ്ടപ്പോ എനിക്ക് ആദി കയറി, എനിക്ക് ടെൻഷനായി. ആ സമയം ഞാൻ രോഗിയായി. എന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ ഞാൻ കിടപ്പായി. അള്ളാന്റെ ഹബീബിന്റെ രോഗം മാറി. എന്റെ ഈ രോഗാവസ്ഥയിൽ പല മരുന്നും എനിക്ക് ചെയ്തു. പക്ഷേ ഒരു മരുന്നും എന്റെ ശരീരത്തിൽ ഫലിച്ചില്ല. എന്നെ കാണാതെ വന്നപ്പോ എന്റെ പ്രിയപ്പെട്ട ഹബീബ് അവിടുത്തെ മുന്നിൽ എന്നെ കാണാതെ വന്നപ്പോ എന്നെ കാണാൻ വേണ്ടിയിട്ട് എന്റെ വീട്ടിലേക്ക് വന്നേ. ആ സമയത്ത് എന്റെ രോഗം ശിഫയായി. മിന്നലരിയിലെ എന്റെ രോഗത്തിന്റെ മരുന്ന് ആ മുഖത്തൊന്ന് നോക്കല, ആ മുഖത്ത് നോക്കി പുണ്യം നുകരല. എന്റെ മരുന്നതാ പർവാൻ കോ ജറാവ് ഹേ बुलबुल का फूल बस सिद्दीक के लिए खुदा के रसूल बस सल्लल्लाहु अला मुहम्मद सल्लल्लाहु अलैहि वसल्लम എന്നുകൂടി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, അവിടത്തോട് ചേരാൻ സ്വഹാബികൾ ഇഷ്ടപ്പെട്ടത് തന്നെയാണ് ബദരീങ്ങളുടെ ഒന്നാമത്തെ സ്വഭാവം. 10 മിനിറ്റ് ഞാൻ വേഗം അവസാനിപ്പിക്കും. ബദരീങ്ങളുടെ ഒന്നാമത്തെ സ്വഭാവം റസൂലുള്ളാഹിയോട് ചേരലാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ വ്യാഖ്യാനം പറയുന്നിടത്ത് ഫഖറുദ്ദീൻ റാസി തന്നെ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ് കാണാം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു മോതിരമുണ്ടായിരുന്നു. ആ മോതിരത്തിന്റെ പീഠഭാഗം ഇങ്ങനെ പരന്നിരിക്കുന്ന ലോഹത്തകിടാണ്. പരന്നിരിക്കുന്ന ഒരു ലോഹത്തിന്റെ മോതിരം. പീഠം എന്ന് പറഞ്ഞ ഈ കല്ല് വെച്ചിരിക്കുന്ന കാണാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഈ പീഠഭാഗത്തില് കല്ലില്ല, അവിടെ ഒരു ലോഹത്തകിട. അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതിയിട്ട് വരാൻ പറഞ്ഞ് മഹാനായ സിദ്ദീഖ് തങ്ങളുടെ കയ്യിൽ റസൂലുള്ളാഹി ഏൽപ്പിച്ചു. ഇതൊരു ഉത്തരവാദിത്തപ്പെട്ട കാര്യ. ഇത് ഔദ്യോഗിക സീലാക്കാൻ വേണ്ടിയിട്ട് ഫഖറുദ്ദീൻ റാസി തങ്ങൾ പറയാ. ഞാൻ ഇബാറത്ത് പറയുന്നില്ല, സമയദൈർഘ്യതായി പോയതുകൊണ്ട് വേഗം പറയാ. സിദ്ദീഖ് തങ്ങൾ ഇത് കൊണ്ടുപോയി, മഹാനവറുകൾ ഇത് കൊണ്ടുപോയി നഖാസിന്റെ അടുത്ത്. തട്ടാൻ എന്ന് പറയും ഞങ്ങളുടെ അവിടെ. തട്ടാൻ, ഈ മോതിരൊക്കെ പണിയുന്ന ആൾക്ക് എന്ത് പറയും? തട്ടാൻ അല്ല, ഏത് ആളെ തട്ടണ പരിപാടി ഉണ്ട്. ആ തട്ടാനല്ല, വേറൊരു തട്ടാനുണ്ട് അല്ലേ? തട്ടാന്റെ അടുത്ത് നിന്നിട്ട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതാൻ പറയാനാണ് ചെന്നത്. ഹബീബിന്റെ മൗന അനുവാദം ഉണ്ടാകും. മുഹമ്മദ് റസൂലുള്ളാഹി ഒഴിവാക്കിയിട്ട് ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടെ എങ്ങനെ എഴുതും? തട്ടാനോട് പറഞ്ഞു, നീ ലാ ഇലാഹ ഇല്ലല്ലാഹും മുഹമ്മദ് റസൂലുള്ളാഹിയും എഴുതിക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് നമാസോമേം അസാമേം കലിമേ മോറാ റുശ് പർ ഹർ ജാ ഖുദാ നേ നാം തേരാ നാം സേ അപ്നാ മിലായാ ഹേ. എവിടെയൊക്കെ അല്ലാഹനെ പറയുന്നു അവിടെയൊക്കെ പറയണം അത്തിയുല്ലാഹ എന്ന് പറഞ്ഞാൽ ഉടനെ പറയണം വ അത്തിയുർ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹനെ പറയുന്നോടത്ത് മുഴുവനും റസൂലുള്ളാഹിനെ പറയണോലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോടത്ത് മുഹമ്മദ് റസൂലുള്ളാഹി ഒഴിവാക്കണ്ട. അത് നീ എഴുതണമെന്ന് പറഞ്ഞേൽപ്പിച്ചു. എഴുത്ത് കഴിഞ്ഞ് പൊതിഞ്ഞു തന്നു. ഞാൻ അതുമായി വന്നു ഇലാ ഹളറത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവിന്റെ ഹബീബ് അത് കണ്ടു, മുഖം വാടി. ആ കണ്ണുകളിൽ നിന്നും തീ പാറാൻ തുടങ്ങി, ചുണ്ടുകൾ വിതുമ്പുന്നു. എന്നോട് ചോദിച്ചു, മഹദിഹിൽ കിതാബ, എന്താണ് എഴുതി വച്ചിരിക്കുന്നത്? നബിയേ, അങ്ങയുടെ അനുവാദമില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അടിയിൽ ഞാൻ മുഹമ്മദ് റസൂലുള്ളാഹി എഴുതാൻ പറഞ്ഞേൽപ്പിച്ചു. അപരാധമെങ്കിൽ പൊറുക്ക് നബിയേ. അപ്പോൾ ഹബീബ് ചോദിക്കുന്നു, വമാ ഹാദിഹി സലാസ, മൂന്നാമതൊരു പേര് അതിന്റെ അടിയിലുണ്ടല്ലോ. മൂന്നാമതൊരു പേര് അതിന്റെയും അടിയിലുണ്ടല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നാമത്തെ ലൈൻ,
രണ്ടാമത്തെ ലൈൻ മുഹമ്മദ് റസൂലുള്ളാഹ്, മൂന്നാമത്തെ ലൈനിൽ അബൂബക്കർ റളിയല്ലാഹ്, മൂന്നാമത്തെ ലൈനിൽ അബൂബക്കറിന്റെ പേരാ. അള്ളാന്റെ ഹബീബ മോതിരം തിരിച്ചു കാണിച്ചപ്പോ സിദ്ദീഖ് തങ്ങൾ വാവിട്ട് കരയാ, നബിയേ ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. സിദ്ദീഖിന്റെ മുഖം വാടി കവിൾത്തടത്തിലൂടെ പ്രവാചക പ്രേമിയുടെ കണ്ണുനീർ ഒലിച്ചിറങ്ങുന്നത് താങ്ങാൻ ആകാശത്തിന്റെ വർണ്ണരാജിയുടെ രാജകുമാരന് താങ്ങാവതല്ല. നസലൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, മൂന്നാമത്തെ പേര് അബൂബക്കറിന്റെ പേര് റളിയല്ലാഹു അൻഹു, അങ്ങയുടെ കൂടെ 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 എന്ന് കൂടാൻ വേണ്ടി കൂടിയ അബൂബക്കറിന്റെ പേര് ഒഴിവാക്കണ്ട എന്ന് അള്ളാഹ് പറഞ്ഞതനുസരിച്ച് ഞാൻ എഴുതിയതാ നബിയേ സയ്യിദുനാ ജിബ്രീൽ. അല്ലാഹുവേ, ബദരീങ്ങളുടെ കൂടെ അള്ളാഹു കൂട്ടട്ടെ. ബദരീങ്ങളുടെ പ്രത്യേകത റസൂലുള്ളാഹിലേക്ക് ചേരില്ല. അതാ മജ്‌ലിസുൻ നൂർ നടത്തുന്നത്. നമ്മൾ അങ്ങോട്ട് ചേർക്ക, പൈശാചിക ഷർറുകളെ തട്ടിമാറ്റാൻ മജ്‌ലിസുൻ നൂർ. അല്ലാതെ പ്ലേഗും കുഷ്ഠരോഗവും ക്യാൻസറും അല്ല, അതിലും വലിയ രോഗത്തെ തകർക്കും ബിദ്അത്ത്. സ്വഹാബികളുടെ ഏറ്റവും വലിയ പ്രത്യേകത, ബദരീങ്ങളുടെ പ്രത്യേകത കൂടേന്ന. നബിയെ ഒഴിവാക്കിയിട്ട് സിദ്ദീഖ് മാറലില്ല. അങ്ങനെയാണ് ഒഴിവാക്കിയിട്ട് മാറുന്ന പരിപാടിയേ ഇല്ല. അങ്ങനെ വന്നോടത്ത് അള്ളാഹുവിനെ ഒഴിവാക്കാൻ തീരുമാനമില്ല. സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിൽ വെച്ചിട്ട് മഹാനവറുകള് അന്ത്യപ്രവാചകരെ കുറിച്ച് പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാരും കേൾക്ക. കൂട്ടത്തിൽ ഒരു പാമ്പ് ഇങ്ങനെ എണീറ്റു ചോദിച്ചു, നബിയെ ഈ അന്ത്യപ്രവാചകനെ കാണാൻ വല്ല വഴിയുണ്ടോ? ഉണ്ട്. മക്കയുടെ മദീനയുടെ ഇടയിൽ ഒരു വലിയ മലയുണ്ട്, അവിടെ ചെന്നൊരു ഗുഹയുണ്ട്. ആ ഗുഹയുടെ അകത്തെ ഒരു വലിയ മാളമുണ്ട്, ഗുഹാമുഖത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്ന മാളം. അവിടെ പോയിരുന്നോ? ആ പ്രവാചകർ പിൽക്കാലത്ത് അതിലെ വരുമെന്ന് ഏടുകളിലും പൂർവിക അമ്പിയാക്കളുടെ ചരിത്ര ഉപദേശങ്ങളിലും ഞാൻ പഠിച്ചിട്ടുണ്ട്. കേട്ട മാത്രയിൽ സുലൈമാൻ നബിയുടെ സദസ്സിൽ നിന്ന് പാമ്പ് എഴുന്നേറ്റു, ആ മല ലക്ഷ്യമാക്കി പതിറ്റാണ്ടുകളോളം എഴഞ്ഞു നീങ്ങി. അവസാനം ആ മലയിൽ വന്നു, ആ പൊത്തിലിരുന്നു, നോക്കിയിരുന്നു. അപ്പോഴാണ് ഹിജറയുടെ തീക്ഷ്ണമായ പരീക്ഷണത്തിൽ പ്രവാചക പുങ്കവർ സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് മൊത്ത യാത്ര പോയ ആ മലയെ ലക്ഷ്യമാക്കി അവിടെ കേറേണ്ട ഒരവസ്ഥ വരാ. പഴുതൊന്നടയ്ക്കുവാൻ ശീലത്തുണ്ടില്ല, പാതാവിരൽ കൊണ്ടമർത്തിയ ആ വിരൽ വെച്ച് അടച്ചു വെച്ചത് ഈ പാമ്പ് കണ്ടുകൊണ്ടിരുന്ന നല്ലൊരു സീനായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ടിരുന്ന ആ പാമ്പിന്റെ കാഴ്ചയെ സിദ്ദീഖിന്റെ വിരൽ കൊണ്ട് അടച്ചു വെച്ചു. പാമ്പ് കടിച്ചിട്ടും ആ കാലെടുത്ത് മാറ്റിയില്ല. അതാണ് നബിയുടെ കൂടെ കൂടിയ സ്വഹാബികൾ. പാമ്പ് കടിച്ചെങ്കിലും മടിയിൽ കിടക്കുന്ന ആളുടെ തല ചലിക്കാൻ പാടില്ല, പാമ്പ് കടിച്ച കാലൊന്നും പിടയ്ക്കാൻ പാടില്ല, ഉറക്കം ഭംഗം വരും. കൂടെ 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 മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹ്, കൂടെ. ബദരീങ്ങളുടെ ഒന്നാമത്തെ സ്വഭാവം കൂടെ കൂടെ. രണ്ടാമത്തെ സ്വഭാവം അശദ്ദാഉ അലൽ കുഫാർ, സത്യത്തിന്റെ പ്രതിയോഗികളായി പ്രതിബന്ധം തീർക്കാൻ വരുന്ന ശത്രുവിന്റെ വലിപ്പം അവർക്ക് പ്രശ്നമല്ല. അതാണ് ബദർ പറഞ്ഞത്. തുരുമ്പിച്ച 7 വാളുകളുമായി ബദറിലേക്ക് പോയ സ്വഹാബികളുണ്ടല്ലോ, 217ഓളം വരുന്നതായ അൻസാറുകളും 96 മുഹാജിറുകളും പോകുന്നത് 951 നേരിടാൻ. 1251 പേരാ മക്കയിൽ നിന്നും പുറപ്പെട്ടത്. അഖ്നസ് ബിൻ ശുറൈഖിന്റെ നേതൃത്വത്തിൽ 300 പേര് തിരിച്ചുപോയില്ല എങ്കിൽ 1251 നേരിട്ടേ പറ്റൂ. ബദറിന്റെ രണഭൂമിയിൽ സ്വഹാബികൾ വൈകിയാ എത്തിയത്. നിരപ്പ് താഴെ, റോഡ് വിട്ട് താഴേക്ക് എളുപ്പമുള്ള വഴിയിൽ വെള്ളമുള്ള ഭാഗം നോക്കിയിട്ട് ശത്രുക്കൾ തമ്പടിച്ചു. അവിടെ വെള്ളത്തിന്റെ സൗകര്യമുണ്ട്, അള്ളാഹുവിന്റെ ഹബീബിന്റെ നിർദ്ദേശമുണ്ട്. ഒരു ഹൗദ് കെട്ടണമെന്ന നിർദ്ദേശമാണ്. ഹൗദ് കെട്ടി. ഹൗദിന് കാവൽ നിൽക്കുന്നു പരാപര വെളിച്ചം. പ്രഭാതത്തോടടുക്കുന്ന ഉണ്മ പ്രഭാതത്തിന്റെ നിലാവെളിച്ചമുണ്ടല്ലോ. മഴ പെയ്ത് മേഘാവൃതമായ ആകാശം ഇതാ തെളിഞ്ഞു നിൽക്കുന്നു.
പെയ്തിറങ്ങിയ വെള്ളം മുഴുവനും ഇതാ തടാകം പോലെ ഹൗദിൽ കെട്ടിവെച്ച് സൂക്ഷിച്ചിരിക്കുന്നു. താഴെയുള്ള നിരപ്പായ ഭാഗത്ത് വെള്ളപ്പൊക്കം കൊണ്ട് കൊണ്ടുവന്ന ഭാണ്ഡക്കെട്ടുകൾ മുഴുവൻ നനഞ്ഞു കുതിർന്നതിന്റെ അസൂയ സഹിക്കാവതല്ല. അബൂജഹലിന്റെയും ഉത്ബത്തിന്റെയും ഉമയ്യത്തിന്റെയും ശൈബത്തിന്റെയും നേതൃത്വത്തിൽ ഒരു സഭ വേഗം കൂടുന്നു. ആദ്യം പോയ ഹൗദ് പൊളിക്കണം, ആദ്യം പോയ ഹൗദ് പൊളിക്കണം. ആരതിനു വേണ്ടി രംഗത്ത് വരുമെന്ന് ചോദിച്ചപ്പോൾ നെഞ്ചു വിരിച്ചുകൊണ്ട് ഖുറൈശി തറവാട്ടിലെ തമ്പുരാക്കന്മാരുടെ മുന്നിലേക്ക് ഹക്കീം എന്ന് പറയുന്ന യോദ്ധാവ് കടന്നു വരികയാ. ഞാൻ പോയത് പൊളിച്ചു വരാമെന്ന് പറയുമ്പോ എല്ലാവരും കൈയടിച്ച് പാസാക്കുന്നു. അദ്ദേഹത്തെ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നു. ഹക്കീമത പരാപര വെളിച്ചത്തിലതാ ഉയർത്തിപ്പിടിച്ച വാളുമായി ഹൗദ് പൊളിക്കാൻ വേണ്ടി വരുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹൗദിന് കാവൽ നിൽക്കുന്നതാരാ? ഹംസ ചാടിയടുത്തുടൻ ആരടാ സുതഅത്തുരത്തമൈ ഹൗദിൽ നിന്ന് കുടിപ്പവർ ജ്ഞാനമുറ്റ നബിയുന അവർ എണ്ടി ഹൗദോടടുപ്പതാർ. ഞാനിരിക്കെ ജിന്നയും സിലും നാലു ദിക്കിലുമില്ല ഫേർ. ഹംസത്തുൽ ഖറാറിന്റെ മുഖം കണ്ടപ്പോ ആരാ ഹംസ? അസദുല്ലാഹി വറസൂലിഹി വൽഇർഗാമുഹു സയ്യിദുശ് ശുഹദാ ഹംസത്തുൽ ഖറാർ. ഉമർ ഇബ്നുൽ ഖത്താബ് ഇസ്ലാമിൽ വരുന്നതിന്റെ 3 ദിവസം മുമ്പ് മാത്രമാ മുസ്ലിമായത്. ഹംസ റളിയല്ലാഹു അൻഹു ഉഹദിൽ ഷഹീദായില്ല എങ്കിൽ ചരിത്രത്തിൽ സ്വഹാബികളിൽ പല ധീരന്മാരും അറിയാതെ പോകുമായിരുന്നു. ദാറുൽ അർഖമിൽ അല്ലാഹുവിന്റെ ഹബീബിന് കാവൽ നിൽക്കാണ് ഈ പൊന്നാരമാൻ മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു. ഹബീബിന്റെ ശിരസ്സെടുക്കാൻ വേണ്ടി ഖുറൈശികളുടെ കയ്യിൽ നിന്നും ഇനാം സ്വീകരിച്ചുകൊണ്ട് പൊട്ടിത്തെറിച്ചു വരുന്ന മക്ക കണ്ട വിജിഗീഷുവായ ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന 33 വയസ്സുകാരൻ അല്ലെങ്കിൽ 32 വയസ്സുകാരൻ ദാറുൽ അർഖമിലേക്ക് തിളങ്ങുന്ന വാളുമായി വരുമ്പോൾ ദാറുൽ അർഖമിന്റെ മുന്നിൽ നിൽക്കുന്നതാരാ? അല്ലാഹുവിന്റെ ഹബീബിന്റെ സിംഹക്കുട്ടിയാ ഹംസത്തുൽ ഖറാർ. ഉമറിന്റെ കോളറിനെ പിടിച്ചിട്ട് പറഞ്ഞു, ഉമറേ, നിന്റെ ഉള്ളിലുള്ളത് സദുദ്ദേശമാണെങ്കിൽ നിന്റെ കൂടെ ഞാനുണ്ടെന്ന് പറഞ്ഞ് ആ കയ്യിലങ്ങ് മുറുകെ പിടിക്കാ. ഉമറേ, നിന്റെ ഉള്ളിലുള്ളത് ദുരുദ്ദേശമാണ് എങ്കിൽ നീ വരുന്നത് കാത്തിരിക്കുന്ന എന്റെ കയ്യിൽ നിന്നെ പിടിച്ചു കെട്ടാൻ, നിന്നോട് പോരാടാൻ ഒരു നഖം വെട്ടി പോലുമില്ല ഉമറേ. നിന്റെ കയ്യിലുള്ള വാള് തന്നെ ഹംസക്ക് അധികമാ. നിന്റെ പിരടി വെട്ടാൻ ഹംസക്ക് മറ്റൊരായുധം വേണ്ട. നിന്നെ ഞാൻ പൂശിക്കളയും ഉമറേ. ഹംസയുടെ ധീരതയുടെ മുന്നിൽ ഹംസ പുലിയാണ് എങ്കിൽ ഉമറദാ പൂച്ചയായി മാറി എന്ന് പറയുന്ന അവസ്ഥയിലേക്കുള്ള ധീരതയുടെ പ്രഭ ഹംസത്തുൽ ഖറാറിന്റെ മുഖത്ത് തിളങ്ങുന്നത് ആ പാതിരാവിന്റെ നിശബ്ദതയിലെ പേമാരിക്ക് ശേഷം പെയ്തിറങ്ങിയ ജലകടത്തെ തിളക്കമുള്ളതാക്കിയ ചന്ദ്രന്റെ നിലാവെളിച്ചത്തെക്കാളും ഹംസയുടെ മുഖത്ത് ഈമാനിന്റെ വെളിച്ചം കണ്ട ഹക്കീം പറഞ്ഞു, ഞാൻ വന്നത് ഇവിടുന്ന് വെള്ളം കുടിക്കാനാ, ഹൗദ് പൊളിക്കാനല്ല. ബദ്രീങ്ങളുടെ രണ്ടാമത്തെ പ്രത്യേകത അശിദ്ദാഉ അലൽ കുഫാർ, ശത്രുവിന്റെ വലിപ്പം അവർക്ക് പ്രശ്നമല്ല. അപ്പോഴുണ്ട് ഖുറൈശികൾ പിന്നെ തീരുമാനിച്ചു, എന്നാ അടുത്ത ആളാരാ? ഹക്കീമിന് ശകാരത്തിന്റെ പേമാരി പെയ്തിറങ്ങാം. ഇനി അടുത്താരാ? അപ്പോഴുണ്ട് 18 പോരാളികളുടെ ഇടയിൽ ഒരൊറ്റ ആയുധം കൊണ്ട് നിന്നാൽ 18 പേരുടെ കയ്യിലുള്ള ആയുധങ്ങളെ മറികടക്കുന്ന യുദ്ധപാടവമുള്ള അസ്വദ് പറഞ്ഞു, ഞാൻ സല്ലാം. അസ്വദ് വരികയാണ് ഹൗദ് പൊളിക്കാൻ. മഹാനായ ഹബീബായ നബിയുടെ ഹൗദ് പൊളിക്കാൻ വേണ്ടി അസ്വദ് വരികയാണ്. വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടി തമ്പിയ സുവദിൽ മാറടാ. വള്ളർ നബി മഹർ മൂദർ ഹൗദിന
വെള്ളം കുടിക്കുന്നവനാരടാ അംബർ സഫിയുള്ള കാവൽ വച്ചുള്ള സംഭാരമിൽ ചെന്ന് ചേരടാ ഖൈറുൽ വറ നബിയാർ കുളത്തീന്ന് ധൈര്യമുണ്ടെങ്കിൽ കോരടാ വമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ വന്ന വിലക്കോടെ വെള്ളം കുടിക്കട്ടെ. മനോഹരമായ ഭാഷ. ഹംസത്തുൽ ഖറാറിന്റെ മുന്നിലെ ടംബി അസുവദിൽ മാറടാ ടംബി പെട്ടെന്ന് ബദരീങ്ങൾ അവരുടെ മുന്നിൽ വരുന്ന പ്രതിയോഗിയുടെ വലിപ്പം അവർക്ക് പ്രശ്നമല്ല. അള്ളാഹു ബദരീങ്ങളിലേക്ക് ചേർക്കട്ടെ, ബദരീങ്ങളുടെ മഹത്വത്തിലേക്ക് ചേർക്കട്ടെ, ബദരീങ്ങളെ ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവര് പോയ വഴിയാ നിങ്ങളുടെ വഴി, നിങ്ങളുടെ ഹിദായത്തിന്റെ വഴി അതാ. ആ വഴിയിലേക്ക് ചേർക്കാൻ 17 വട്ടം നമ്മൾ നിസ്കാരത്തിന്റെ അകത്തളങ്ങളിൽ ദുആ ചെയ്യുന്നു. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി